ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മനോഹരമായ ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സഭയുടെ സാമൂഹ്യ പ്രവർത്തനം, ഇതേ വിഷയത്തെക്കുറിച്ചാണ് നാം ഇനിയുള്ള ദിവസങ്ങളിൽ ദർശിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കുവാൻ പോകുന്നത്. കർത്താവായ ദൈവം നാം പഠിക്കുമ്പോൾ, നാം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യവും പ്രവർത്തനവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാൽ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അങ്ങയുടെ വചനം അടിയങ്ങൾ ധ്യാനിക്കുവാനിരിക്കുമ്പോൾ തിരുകൃപയാൽ അടിയങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ സഭയാകുന്ന അടിയങ്ങൾ എപ്രകാരം സമൂഹത്തിലിറങ്ങി ദൈവവേല ചെയ്യണം എന്നതിനെക്കുറിച്ച് അങ്ങ് അടിയങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പലപ്പോഴും ഒരു സാധാരണ ജനത്തിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അടുത്ത്, എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് ദൈവഭക്തിയാണോ മനുഷ്യത്വമാണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് മനുഷ്യത്വം ആയിരിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രുചിച്ച് അറിഞ്ഞ വ്യക്തികൾ, പ്രാർത്ഥനയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ ഇപ്രകാരം പറയും: മനുഷ്യത്വമുള്ള ദൈവഭക്തി, അല്ലെങ്കിൽ ദൈവഭക്തി നിറഞ്ഞ മനുഷ്യത്വം അതിമനോഹരവും നിത്യവും ആകുന്നു എന്ന്. ഒരു മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആഴ്ചയിൽ മിക്ക ദിവസങ്ങൾ ഉപവാസമെടുക്കുകയും അതേപോലെ തന്നെ ശാന്തമായി സംസാരിക്കുകയും ചെയ്തിട്ട് വേറൊരു മനുഷ്യനെ സഹായിക്കാതെയും ആ മനുഷ്യൻ തെറ്റിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കാതെയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്രകാരമാണ് നിത്യമായ സ്നേഹം ഉണ്ടാകുന്നത്? നാം എല്ലാവരും ഒരു സഭയുടെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ അംഗങ്ങളാണ്. അത് ഏത് കൂട്ടായ്മയും ആയിക്കോട്ടെ. ചിലപ്പോൾ പാർട്ടി പ്രവർത്തനമാകാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൂട്ടായ്മയാകാം, സഭയാകാം, ഏതു തന്നെ കൂട്ടായ്മ ആയിക്കോട്ടെ. നാം സമൂഹത്തിന് നല്ലത് ചെയ്യണം എന്ന തീരുമാനത്തോടുകൂടെയാണ് ഓരോ കൂട്ടായ്മയും വരുന്നത്. ഒരു കുടുംബം വരുമ്പോൾ, അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുമ്പോൾ, അച്ഛനും അമ്മയും മക്കളും ഇവരെല്ലാവരും ഒരു കുടുംബം രൂപപ്പെട്ടു വരുമ്പോൾ നിങ്ങളും അല്ലെങ്കിൽ നമ്മളും ഒരു കൂട്ടായ്മയാണ്. ആ കുടുംബം, കൂട്ടായ്മയാകുന്ന കുടുംബം സമൂഹത്തിന് എന്ത് ചെയ്യുന്നു? സാമൂഹ്യ പ്രവർത്തനത്തിൽ എപ്രകാരം ഏർപ്പെടുന്നു? അപ്പോൾ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന് പറയുമ്പോൾ, നാം ചില സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്യുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ ലോകത്തിൽ നിന്നും ഒരു സമൂഹമായി, അല്ലെങ്കിൽ ഒരു സഭയായി, ഒരു കൂട്ടമായി നിങ്ങൾ മാറി നിൽക്കണം. ലോകത്തെക്കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. മരിച്ചുകൊണ്ടിരിക്കുന്ന ലോകം, സഹായം ആവശ്യപ്പെടുന്ന ലോകം, രോഗസൗഖ്യം ആവശ്യപ്പെടുന്ന രോഗം. ഇവിടെ നാം നോക്കുമ്പോൾ ആശുപത്രിയിൽ
കുറച്ച് പൈസ ലഭിക്കുവാൻ വേണ്ടി ഇരിക്കുന്ന ജനങ്ങൾ, മരുന്ന് വാങ്ങാൻ കാശില്ല, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത വ്യക്തികൾ, മറ്റാവശ്യങ്ങളുള്ള അനേക പേരുണ്ട്. അവരെല്ലാവരെയും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു സഭയായി നിങ്ങൾ മാറി നിന്നാൽ മതി. അല്ല എങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അവരുടെ ഇടയിൽ പ്രസംഗിച്ചാൽ മാത്രം മതി എന്നല്ല കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്, ആ മാതൃക ജനങ്ങളുടെ ഇടയിൽ കാണിക്കണം. കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക എന്ന് പറയുന്നത്, നാം തിരുവചനത്തിൽ പറയുമ്പോൾ അനേക അടിസ്ഥാന തത്വങ്ങൾ ഉണ്ട്. ത്രിവിധ ദൂതുണ്ട്, ശബദുണ്ട്, അനേക അടിസ്ഥാന തത്വങ്ങളുണ്ട്. എന്നാൽ ഒരു രോഗി ആയിരിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് അടിസ്ഥാന തത്വം പറയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ആ രോഗിക്ക് ആവശ്യം, അല്ലെങ്കിൽ ആ രോഗിക്ക് ആദ്യം ആവശ്യം രോഗസൗഖ്യമാണ്. പിന്നെ ദൈവത്തിൻ്റെ വചനങ്ങളും അടിസ്ഥാന തത്വങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തു, ഒരു രോഗി യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു ആദ്യം ആ രോഗിയുടെ രോഗസൗഖ്യം യേശു ക്രിസ്തു ആദ്യം നൽകി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യം അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളല്ല, അവരുടെ ആവശ്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നിറവേറ്റിക്കൊടുത്തു. എന്നിട്ട് എന്നെ വന്ന് അനുഗമിപ്പിൻ എന്ന് പറയുകയും ചെയ്തു. ഒരു സഭ എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി നമ്മുടെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് എന്താണോ ആവശ്യം അത് നാം പ്രാർത്ഥനയോടുകൂടെ നേടിയെടുത്ത് കൊടുക്കണം. ആ സഭയ്ക്കുള്ളിൽ ഒതുങ്ങാതെ നമുക്ക് ചുറ്റും കാണുന്ന ജനങ്ങൾക്ക് അനേക ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ പലതുമുണ്ട്. എന്നാൽ അവർക്ക് അനേക ആവശ്യങ്ങളുണ്ട്. അവരുടെ ആഗ്രഹമേതാണ്, ആവശ്യമേതാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാനും, ആ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുവാനും, അതിലൂടെ ദൈവത്തിൻ്റെ വചന അടിസ്ഥാനം അവരിലിടുവാനും, അവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുവാനും വേണ്ടിയാണ് ഈ ഒരു സഭ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഏത് സഭയുമായിക്കോട്ടെ, ആ സഭയ്ക്ക് സാമൂഹ്യ പ്രവർത്തനമുണ്ടോ? വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ടോ? വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എത്തിക്കുന്നുണ്ടോ? നാം സഭയിലുള്ള വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല, സമൂഹത്തിലിറങ്ങി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ? കൊറോണ സമയത്ത് അനേക സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. നാം നോക്കുമ്പോൾ ഗേറ്റിന് ഇപ്പുറം നിന്ന് അവർക്ക് വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്ന സമൂഹത്തെയും അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയും നാം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു അത് തന്നെയാണ് പറയുന്നത്. സഭയ്ക്ക് സാമൂഹ്യ പ്രവർത്തനം ആവശ്യമാണ്. സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ പലതുണ്ടായിരിക്കും. എന്നാൽ അവരുടെ ആവശ്യം ഏതാണെന്നറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കുവാൻ സഭയോട് കർത്താവായ യേശുക്രിസ്തു ആവശ്യപ്പെടുന്നു. ഇതാണ് സഭയിലെ ഉത്തരവാദിത്തം, സഭയുടെ സാമൂഹ്യ പ്രവർത്തനം. സഭയിലെ ഉത്തരവാദിത്തങ്ങളിൽ ഒരു പ്രധാന ഉത്തരവാദിത്തം സഭയിലെ സാമൂഹ്യ പ്രവർത്തനമാണ്. നാം അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ചിലപ്പോൾ ചിന്തിക്കും, സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിനൊരു പദ്ധതി ഉണ്ടായിരിക്കണം. ആദ്യം കടന്നു വരുന്നത് അതിന് സാഹചര്യങ്ങളും ധനവും ഉണ്ടോ എന്നാണ്. എന്നാൽ ആ സാഹചര്യങ്ങളും ധനവും എല്ലാം എപ്രകാരം എത്തിക്കണം എന്നതിനൊരു പദ്ധതി നമുക്ക് ഉണ്ടായിരിക്കണം. ഉത്തരവാദിത്തം നാം മനസ്സിലാക്കി സഭയിൽ സാമൂഹ്യ പ്രവർത്തനം ആവശ്യമാണ്. വിശക്കുന്നവന് ആഹാരം കൊടുക്കണം,
വിധവമാരെ ചേർത്തുകൊള്ളണം. അനാഥമാർക്ക് ആവശ്യം അവരുടെ വിദ്യാഭ്യാസം, വസ്ത്രം ഇതെല്ലാം നാം നേടിക്കൊടുക്കണം. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലണം. അതാണ് ഒരു സത്യ അന്ത്യകാല സഭ. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം സ്നേഹവും അവരിൽ നാം കാണിക്കണം. ഇപ്രകാരമായിരിക്കുമ്പോൾ, ഇത് നമ്മുടെ ഉത്തരവാദിത്തം ആയിരിക്കുമ്പോൾ പദ്ധതി എന്താണ്? ഈ ഉത്തരവാദിത്തം ചെയ്യേണ്ട പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പദ്ധതി നാം നേരത്തെ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം, ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ എല്ലാം തിരഞ്ഞെടുത്തപ്പോൾ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് നടന്നു. അനേക വ്യക്തികൾ ശിഷ്യന്മാരെടുത്ത് രോഗസൗഖ്യത്തിനും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി യേശുക്രിസ്തുവിനോടുകൂടി ആയിരുന്നപ്പോൾ ശിഷ്യന്മാരെടുത്ത് അനേക വ്യക്തികൾ ചെന്നപ്പോൾ അവരെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഒരു സ്ഥലത്ത് പറയുകയും ചെയ്തു, നിങ്ങൾ അല്പവിശ്വാസികളെ പോലെ ആകരുത്. നിങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനും സാമൂഹ്യ പ്രവർത്തനം ചെയ്യുവാനും അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും വചനവും എത്തിച്ച് എല്ലാവരെയും സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും എന്ന് കർത്താവായ യേശുക്രിസ്തു അവരെടുത്ത് പറഞ്ഞു. അവരിലൂടെ നമുക്കും പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിനാദ്യത്തെ പദ്ധതി, നമ്മുടെ സാഹചര്യം എവിടെയാണ്, ധനം എവിടെയാണ്, നമുക്കെങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ സഭ ഒരു ചെറിയ സഭയാണ്. എല്ലാവരും കൂലിവേല ചെയ്യുന്ന വ്യക്തികളാണ്. എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ തന്നെ ആദ്യമേ നിറവേറുവാൻ സാധിക്കുന്നില്ല? പിന്നെ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിലിറങ്ങി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റുവാൻ സാധിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പദ്ധതി നാം മറന്നു പോകുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള സംശയവും അല്പവിശ്വാസവും വന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതുതന്നെയാണ് പദ്ധതി. ഉത്തരവാദിത്തം, സാമൂഹ്യ പ്രവർത്തനം. സഭ സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് ജനങ്ങളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറി ക്രിസ്തുവിൻ്റെ സ്നേഹം അവർക്ക് കാണിച്ചു കൊടുത്തു അവരെ സ്വർഗരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുക. അതിൻ്റെ ഉത്തരവാദിത്തം അപ്രകാരം നിൽക്കുമ്പോൾ പദ്ധതിയും കർത്താവായ യേശുക്രിസ്തു തന്നിട്ടുണ്ട്. ഞാനാകുന്നു ആ പദ്ധതി. ഞാൻ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി തരും. നിങ്ങളുടെ സഭയെ ഞാൻ ബലപ്പെടുത്തും. നിങ്ങളുടെ സഭ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങളുടെ സഭ ഒരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ സഭയെ വാലാക്കാതെ തലയാക്കും എന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളെ തന്നെ പല സാഹചര്യം പറഞ്ഞുകൊണ്ട്, ധനമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, സാഹചര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ സാമൂഹ്യത്തിലെ പ്രവർത്തനത്തിൽ നിന്നും വേർപെട്ട് നിർത്തുന്നത്? കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുകയാണ്, ഞാൻ തന്നെയാണ് വലിയ പദ്ധതി. ആ പദ്ധതി എപ്രകാരം നമ്മളിൽ സ്വീകരിക്കണം? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിന് 24-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ആകയാൽ എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇവിടെ
ഞാൻ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് ആ വചനത്തെ കാത്തുകൊള്ളുന്നവൻ പാറമേൽ വീട് പണിയുന്നവനെ പോലെയാകും, അല്ലെങ്കിൽ മണലിൽ വീട് പണിയുന്നവനെ പോലെയാകും. വന്മഴ വരുമ്പോൾ പാറമേൽ വീട് പണിയുന്നവൻ അവൻ്റെ അടിസ്ഥാനം വളരെ ഉറപ്പായിരിക്കും. മണലിന്മേൽ വീട് പണിയുന്നവൻ്റെ അടിസ്ഥാനം ഉറപ്പില്ലായിരിക്കും. ഇന്ന് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമുണ്ട്. ഇന്ന് സഭ സാമൂഹ്യ പ്രവർത്തനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനൊരു അടിസ്ഥാനം ഉണ്ടാകണം. അതാണ് ദൈവം നൽകിയ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവരെ ദൈവഭാഗത്തേക്കാക്കുക. അതാണ് ദൈവം നൽകിയിട്ടുള്ള ആ ഉത്തരവാദിത്തം. അതിൻ്റെ പ്ലാൻ വേറൊന്നുമല്ല. പദ്ധതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് പദ്ധതി. ദൈവത്തിൻ്റെ വചനം തന്നെയാണ് പദ്ധതി. അത് നാം അടിസ്ഥാനമാക്കണം. ഇന്ന് അടിസ്ഥാനം എത്ര സഭയ്ക്കുണ്ട്? ഇന്ന് സഭയിൽ അടിസ്ഥാനമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെയും ഇവിടെയും കിടക്കുന്ന ഏതെങ്കിലും 2-3 വാക്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ കോട്ടിക്കളയുന്ന സഭയാണ് നമുക്കുള്ളത്. ഇന്ന് ആ വചനം അതിൻ്റെ പരിശുദ്ധിയോടുകൂടി നാം മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഭ ഇതുവരെ നിന്ന സഭ പോലെ അല്ലായിരിക്കും. ഇതുവരെ സൂക്ഷിച്ചു പോയ സഭ പോലെ അല്ലായിരിക്കും. ദൈവത്തിൻ്റെ വചനം അതേപടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനം നിങ്ങളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ അടിസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളും ദൈവവചന അടിസ്ഥാന പ്രകാരം ഇടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറുകയും നിങ്ങൾ സമൂഹത്തിലിറങ്ങുമ്പോൾ അവർക്കും കൂടെ ഏതൊരു അവസ്ഥയിലായിരിക്കുന്നോ അവരെയും വീണ്ടെടുക്കുവാനുള്ള അടിസ്ഥാനം അവർക്കിട്ടുകൊടുക്കും. ഒരു പനി വരുമ്പോൾ ആ പനി എങ്ങനെ ചികിത്സിച്ചു മാറ്റണം എന്നറിയാത്ത ഞാൻ എപ്രകാരമാണ് വേറൊരാൾക്ക് പനി വരുമ്പോൾ അവരെ ചികിത്സിച്ചു മാറ്റുന്നത്? ഗാന്ധിജി ഒരു ദിവസം ഇരിക്കുമ്പോൾ ഗാന്ധിജിയുടെ അടുത്ത് ഒരമ്മ മകനെ കൊണ്ടുവരികയാണ്. അപ്പോൾ മകനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ മകൻ വളരെയധികം വെള്ള പഞ്ചസാര, അന്ന് പഞ്ചസാര കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രോഗത്തിന് അടിമ. ഇന്നും അപ്രകാരം തന്നെയാണ്. അന്ന് എല്ലാവർക്കും അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചിന്തയുണ്ടായിരുന്നു. ഈ മകൻ ഭയങ്കര പഞ്ചസാര കഴിക്കുന്നു. അതുകൊണ്ട് ഗാന്ധിജി ഒന്ന് പറഞ്ഞ് മകനെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ഗാന്ധിജി ആ പൈതലിനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് ഈ അമ്മയും മകനും വന്നു. ഗാന്ധിജി ഈ മകനെ വിളിച്ചു. 1 മാസം നീണ്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. വിളിച്ചു, അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, മകനെ, നീ ഇനി മുതൽ പഞ്ചസാര കഴിക്കരുത്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞു അമ്മയുടെ കൂടെ പറഞ്ഞു വിട്ടു. അപ്പോൾ അമ്മ ചോദിച്ചു, 1 മാസം മുൻപ് ഇതൊന്ന് പറഞ്ഞുകൂടെ ആയിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഗാന്ധിജി പറയുകയാണ്, ഞാൻ പഞ്ചസാര അധികമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഈ മകനെടുത്ത് നീ പഞ്ചസാര കഴിക്കരുതെന്ന് ഉപദേശിക്കുവാൻ കഴിയും? അതുകൊണ്ട് 1 മാസം കൊണ്ട് ഞാൻ ആദ്യം എന്നെ ക്രമീകരിച്ചു, അതിന് ശേഷം ഞാൻ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നാം ദൈവത്തിൻ്റെ വചന അടിസ്ഥാനത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ സഭയിലൂടെ നിറവേറിയാൽ, സഭയിൽ നമ്മുടെ ആവശ്യങ്ങൾ കൊണ്ടുവച്ച് അവിടെ സഭാ ശുശ്രൂഷകനും സഭയിലെ മൂപ്പനും സഭയിലെ വിശ്വാസികളും അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തം, ദൈവം പറഞ്ഞിട്ടുള്ള പദ്ധതി, അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും. പിന്നെ ആ അടിസ്ഥാനത്തിൻ്റെ ബലത്തിൽ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി ദൈവത്തിൻ്റെ വേല അതിധൈര്യമായി ചെയ്യുവാൻ സാധിക്കും. ആമേൻ. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു
സ്വർഗത്തിൽ നിന്നും ഓരോ സഭയിലും ഓരോ കുടുംബത്തെയും നോക്കുകയാണ്. നോക്കിയിട്ട് ദൈവ വേല എപ്രകാരം ചെയ്യുന്നു, സഭ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുന്നുണ്ടോ, സഭ സമൂഹത്തിലിറങ്ങി അവരുടെ ആവശ്യങ്ങൾ ദൈവം കർത്താവായ യേശുക്രിസ്തു ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതി, ആ ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ അത് രുചിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിച്ച് ദൈവത്തിൻ്റെ വചന അടിസ്ഥാന പ്രകാരം ജീവിച്ച് അത് നാം സമൂഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ സഭ പണ്ടത്തെ യഹൂദന്മാർ അവരുടെ ഒരു കൂട്ടത്തിന് മാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് നാശത്തിലേക്ക് പോയ സഭയെ പോലെയായിരിക്കും. നമ്മുടെ സഭ വളരണമെങ്കിൽ, നമ്മുടെ സഭ ബലപ്പെടണമെങ്കിൽ, നമ്മുടെ സഭയിലുള്ള ഉത്തരവാദിത്തം ലോകമെമ്പാടും എത്തിക്കുന്ന ഈ സുവിശേഷത്തിന് അനേക വേലക്കാരെ വേണമെങ്കിൽ, വേലയോ അധികം വേലക്കാരോ ചുരുക്കം, സഭയ്ക്ക് വേണമെങ്കിൽ സഭ സമൂഹത്തിലിറങ്ങണം. അതിന് സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം. അതിനുള്ള സാഹചര്യം എപ്രകാരം നേടിയെടുക്കണം എന്നുണ്ടാകണം. അതിനാദ്യം നമ്മൾ ദൈവത്തിൽ നിന്നും ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു ജീവിതം, ദൈവവചന അടിസ്ഥാനമായിട്ടുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്ന വിശ്വാസവും സാമൂഹ്യ പ്രവർത്തനവും മണലിന്മേൽ പണിത വീടല്ലേ ആയിരിക്കും, പാറമേൽ പണിത വീട് പോലെയായിരിക്കും. അപ്രകാരം ഉള്ള ഒരു വിശ്വാസം നമ്മളിലുണ്ടാകുവാൻ, അപ്രകാരമുള്ള ഒരു ദൈവവേല സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്ക് ചെന്നെത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകത്ത് നോക്കുകയാണെങ്കിൽ അനേക പേർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്തെന്നറിയാതെ യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളല്ല ആവശ്യങ്ങൾ നിറവേറും എന്ന് അറിയാതെ അനേക വ്യക്തികൾ ഈ ലോകത്തുണ്ട്. നമ്മുടെ പള്ളിയിൽ അടുത്ത് താമസിക്കുന്നവരുണ്ട്, നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നവരുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, ചുറ്റുപാടുമുണ്ട്. അവർക്ക് ഇന്ന് എത്തിച്ചു കൊടുക്കേണ്ട വചനം നമ്മുടെ കയ്യിലുണ്ട്. അവരെ സഹായിക്കേണ്ടേ, അവരുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യേണ്ട വചനം നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ നാം അത് മനസ്സിലാക്കുന്നുണ്ടോ, അതിൻപടി പ്രവർത്തിക്കുന്നുണ്ടോ, അതോ നമ്മുടെ സഭ എന്നു മാത്രം നാം കൂടി നിൽക്കുന്നുണ്ടോ? സഭ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ദൈവനാമത്തിൽ അപ്രകാരം ഒരു കാലത്തേക്ക് കടക്കുവാനും അപ്രകാരം ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, സഭ സമൂഹത്തിലെത്തേണ്ട ആവശ്യമുണ്ട് പിതാവേ. അതിനുള്ള അടിസ്ഥാനമാവുന്ന വചനം അടിയങ്ങളുടെ ഉള്ളിൽ ദൈവമേ അങ്ങ് നൽകണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.